ഹലോ അസ്സലാമലൈക്കും. പിന്നെ എന്താണ് എല്ലാവരും വിശേഷം? നോമ്പൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും ഉഷാറല്ലേ? അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ ബീഡ്സിൻ്റെ 5 രൂപയുടെ ബീഡ്സിൻ്റെ ഓഫറായിട്ട് ഇടണം എന്നിങ്ങനെ വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഗിവ് എവേയുടെ വിന്നറിന് ഇതുവരെ സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഓരോ തിരക്കും പിന്നെ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ ആയിട്ട് ഒന്നിനും സമയം കിട്ടാത്ത കാരണമാണ് ഞാൻ രണ്ടിലും ഗിവ് എവേ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടല്ല, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ പേരൊക്കെ എഴുതി ഉണ്ടാക്കി വരണമെങ്കിൽ തന്നെ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ വൈകി പോണത്. അപ്പോൾ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് വിന്നറിനെ സെലക്ട് ചെയ്തോ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. അത് ഓരോരുത്തർക്ക് അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ടാണ് ഓരോരുത്തർ ചോദിച്ചറിയണത്. അപ്പോൾ അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഉമ്മയും മോളും എന്ന ചാനലിലും നമ്മൾ ഗിവ് എവേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സനാസ് വേർഡിലും നമ്മൾ ഗിവ് എവേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടിലും നമുക്കത് അതുവരെ അനൗൺസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഒരുപാട് പേരുള്ള കാരണം എഴുതാനായിട്ട് അതിന് തന്നെ ഒരു സമയം കണ്ടെത്തണം. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ നീണ്ട് പോണത്. അപ്പോൾ പിന്നെ നമ്മൾ ബീഡ്സിൻ്റെ കളക്ഷൻ ഇനി ഒരു ഷോപ്പ് ഇട്ടിട്ട് ആ ഷോപ്പിൽ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് പേരുടെ അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ വീണ്ടും ബീഡ്സൊക്കെ ഇറക്കിയിട്ട് വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ അത് കടത്തുമ്മേ കട ആവുക എന്നല്ലാണ്ട് ഒരു ഇതില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു തൽക്കാലം ഉള്ള സ്റ്റോക്ക് ഞാൻ കൊടുത്ത് ഒഴിവാക്കിയിട്ട് ഒരുവിധം ബീഡ്സിൻ്റെ ആൾക്കാർക്കൊക്കെ കുറച്ച് പൈസ കൊടുക്കാണ്ട് അതൊക്കെ കൊടുത്ത് ഒഴിവാക്കിയിട്ട് പിന്നെ പുതിയ ഷോപ്പിലേക്ക് പുതിയ ബീഡ്സ് ഇറക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഷോപ്പിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഇത് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് വീടാണോ ഷോപ്പാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, വന്ന് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനൊക്കെയാണ് നമ്മൾ ഷോപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എന്തായാലും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു രീതിയിൽ നമ്മുടെ ഹെയർ അക്സസറീസ് ഒരു സൈഡിൽ കൂടിയും സോപ്പിൻ്റെ ഐറ്റംസ് ഒരു സൈഡിൽ കൂടിയും കൊണ്ടുപോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട്, എല്ലാവരുടെ സപ്പോർട്ടും വേണം. അപ്പോൾ അങ്ങനെ വന്ന് എടുക്കാവും പറ്റുന്നവർക്ക് നേരിട്ട് ഷോപ്പിൽ വന്നിട്ട് എടുത്തിട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അല്ലാത്തവർക്ക് ഇതേപോലെ ഓൺലൈൻ വഴി നമ്മൾ അയച്ച് തരികയും ചെയ്യാം. പിന്നെ ഉമ്മയും മോളും ചാനൽ ആദ്യം സപ്പോർട്ട് ചെയ്ത പോലത്തെ സപ്പോർട്ട് ഇപ്പോൾ അതിൽ കാണുന്നില്ല. അത് നമുക്കറിയാം, ഓരോ വ്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. പക്ഷെ സനാസ് വേൾഡ് നല്ല രീതിയിൽ മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഉമ്മയും മോളും എന്നുള്ള ചാനൽ അത് ഡള്ളായിട്ട് അവിടെ കിടന്നു. എന്താണെന്ന് അറിയില്ല, മോണിറ്റൈസേഷൻ ആവാനായ ചാനലായിരുന്നു. അപ്പോൾ അത് വ്യൂസ് നിങ്ങൾ കാണാത്തത് കൊണ്ട് അത് അവിടെ അങ്ങനെ കിടന്ന്. അപ്പോൾ അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മോണിറ്റൈസേഷൻ ആവാനായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചാലാണ് നമുക്കത് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഓരോ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതിൽ വല്ലാണ്ട് നമ്മൾ ആക്റ്റീവ് ആവാതിരുന്നത്. സോപ്പിൻ്റെ കാര്യങ്ങൾ ഇടണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഓരോ ഇതിലൊക്കെ പെട്ടിട്ട് ആണ് നമ്മൾ പിന്നെ അതങ്ങനെ ഒഴിവാക്കിയത്. ഒഴിവാക്കാമെന്ന് വിചാരിച്ച സോപ്പിൻ്റെ കാര്യങ്ങളും വീഡിയോസും ഒന്നും ഇടാണ്ട് അങ്ങനെ ഇതായി കിടന്നപ്പോൾ നമുക്കത് വാച്ച് അവർ കുറഞ്ഞ് അതുപോലെ തന്നെ വ്യൂസ് കുറഞ്ഞ് അതങ്ങനെ ഡള്ളായിട്ട് കിടന്ന്. നമ്മളത് അതിലും ഇതിലും ഒരുപോലെ മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങളതും സപ്പോർട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കുക. അപ്പോൾ ഞാൻ ബീഡ്സിൻ്റെ കളക്ഷൻ ഉള്ള നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏതൊക്കെ കളക്ഷനാണ് ഉള്ളത് വെച്ചെങ്കിൽ അതൊക്കെ നമ്മൾ കൊടുത്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോന്നോളൂ. കാരണം നല്ല നല്ല ബീഡ്സുകളാണ്. കളർ പോയതാണ് വെച്ചെങ്കിൽ നമ്മളത് പ്രത്യേകം എടുത്ത് പറയും. കളർ പോവാത്തതാണെങ്കിലും നമ്മൾ പ്രത്യേകം എടുത്ത് പറയും. എല്ലാം നല്ല പുതിയ സ്റ്റോക്കാണ്. ഇത് വിറ്റ് ഒഴിവാക്കിയാൽ പിന്നെ നമ്മൾ പുതിയ ബീഡ്സ് ഇറക്കണില്ല. പിന്നെ ഒക്കെ നമ്മൾ പുതിയ ഷോപ്പിലേക്ക് ഇറക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതുപോലെയുള്ള സപ്പോർട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഷോപ്പ് ഇടും. അതിലൊരു സൈഡിൽ നമ്മൾ ബീഡ്സിൻ്റെ ഐറ്റംസും കാര്യങ്ങളും, ഒരു സൈഡിൽ നമ്മൾ സോപ്പിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറേ പേര് ഫേസ് വാഷിൻ്റെ കിറ്റൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഷാമ്പു മാത്രമാണ് എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഐറ്റംസൊക്കെ എത്താനുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യണതും അതുപോലെ തന്നെ അതിൻ്റെ കിറ്റും ആക്കിയിട്ട് ഇടാത്തത്. അതൊക്കെ കുറച്ചൊരു പൈസയുടെ ഒരു ഇഷ്യൂസ് കാരണമാണ് അതിങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത്. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടെ പൈസ അവർക്ക് ഇട്ട് കൊടുക്കാണ്ട് അതും കൂടെ കൊടുത്തു കഴിഞ്ഞ് സാധനം ഇവിടെ എത്തും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കിറ്റായിട്ടും അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ടും ചെയ്യുന്നതാണ്. പിന്നെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറച്ച് ബീഡ്സിൻ്റെ
കളക്ഷൻ ഉണ്ട്. അത് നമ്മൾ കൊടുത്തൊഴിവാക്കുകയാണ്. അപ്പോൾ എല്ലാം നമ്മൾ 5 രൂപ റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 5 രൂപ റേറ്റിന് കൊടുക്കുന്നത് എന്നും 10 രൂപ റേറ്റിന് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോസിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാം കുറേശ്ശെയാണ് ഉള്ളത്. പരമാവധി നിങ്ങൾ ഇന്ന കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം ഞാൻ തരുന്നത്, പരമാവധി ഇന്ന കളർ നിങ്ങൾ വെക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വെക്കാം. പിന്നെ മിനിമം പർച്ചേസ് എന്ന് പറഞ്ഞത് 200 രൂപക്ക് എങ്കിലും പർച്ചേസ് ചെയ്യണം. അപ്പോൾ 5 രൂപ ബീഡ്സിനാണ് നമ്മളൊക്കെ കൊടുത്ത് 5 രൂപക്കാണ് നമ്മളെല്ലാം കൊടുത്ത് ഒഴിവാക്കുന്നത്. കളർ പോവാത്ത യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാത്ത എല്ലാം നല്ല മെറ്റീരിയൽസാണ്. നമ്മളിത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പുതിയ ഷോപ്പിലേക്കാണ് നമ്മൾ ബീഡ്സൊക്കെ ഇറക്കുള്ളൂ. അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടനം ഞാൻ നിങ്ങളോട് എന്തായാലും പറയും. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ ഉദ്ഘാടനത്തിന് വരിക. എന്തായാലും ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ഉണ്ടെങ്കിലാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത പോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. 2 ചാനലും വേണം. അപ്പോൾ ഏതൊക്കെ ബീഡ്സ് ആണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സാധാ ബീഡ്സുകളുണ്ട്. അതിൽ വൈറ്റിൽ തന്നെ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ പല കളേഴ്സിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ 10 ഗ്രാമിന് 5 രൂപ റേറ്റിലാണ് നമ്മൾ ഈ ഒരു ബീഡ്സൊക്കെ കൊടുത്ത് ഒഴിവാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ 10 കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. കണ്ട 10 കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ 10 ഗ്രാമിന് 8 രൂപ റേറ്റിലാണ് നമ്മൾ കൊടുത്ത് ഒഴിവാക്കുന്നത്. അതിൻ്റെ പല കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് കളറുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ നമ്മൾ കൊടുത്തൊഴിവാക്കുന്നത് 10 ഗ്രാമിന് 5 രൂപ റേറ്റിലാണ് കൊടുത്തൊഴിവാക്കുന്നത്. പിന്നെ ഇതും അതെ 10 ഗ്രാമിന് 5 രൂപ റേറ്റിലാണ് നമ്മളിതൊക്കെ കൊടുത്തൊഴിവാക്കുന്നത്. വമ്പൻ ഓഫറാണ്. കാരണം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയ ഷോപ്പിലേക്കുള്ള സാധനങ്ങളാണ് ഇറക്കുള്ളൂ. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. കാരണം പെരുന്നാളൊക്കെയാണ് വരാൻ പോണത്. ഇത് ഭയങ്കര ഓഫറിലാണ്. നമ്മൾ ഇങ്ങനത്തെ ബീഡ്സ് ഒന്നും ഈ ഒരു റേറ്റിന് എവിടെയും കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കളറുകളുണ്ട്. അതും അതെ 10 ഗ്രാമിന് 8 രൂപ റേറ്റിലാണ് നമ്മൾ കൊടുത്ത് ഒഴിവാക്കുന്നത്. കണ്ടോ, ഇതൊക്കെ മുന്നത്തെ കുറച്ച് ബാലൻസ് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത് ആദ്യമൊക്കെ പറയണവർക്കായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഇന്ന ബീഡ്സ് വേണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആദ്യം പറയണവർക്കൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒക്കെ കിട്ടുക. ലാസ്റ്റിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ എല്ലാം തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. ഇതിൻ്റെ ഒക്കെ പല കളേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ 10 ഗ്രാമിന് 5 രൂപ റേറ്റിലാണ് വരുന്നത്. ആ ഫ്ലവർ ബീഡും അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സും ആണ് 10 ഗ്രാമിന് 8 രൂപ റേറ്റ് വരുന്നത്. ബാക്കിയുള്ള എല്ലാതും 10 ഗ്രാമിന് 5 രൂപ റേറ്റാണ്. 1-2 സാധനമൊക്കെ അത് വെക്ക് ഇത് വെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ വെക്കും. അല്ലാണ്ട് എല്ലാതും ചൂസ് ചെയ്യാനുള്ള അവസരമൊന്നുമില്ല. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സിലും വരുന്നുണ്ട്. പിന്നെ ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്വയർ ടൈപ്പിലുള്ള ബീഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബീഡ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കാരണം ലിമിറ്റഡ് സ്റ്റോക്കാണ്. നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ചോദിക്കാതെ പേയ്മെൻറ്റ് അടക്കുക, ഓർഡർ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ച് നിൽക്കുന്നവരോടാണ് പറയുന്നത്. ഡൗട്ട് ചോദിച്ച് നിന്ന് കഴിഞ്ഞാൽ സാധനം തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഓർഡർ എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.